വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായ വെള്ളനാട് ശശി വീണ്ടും കുരുക്കിൽ. വീട്ടിനുള്ളിൽ കയറിയ മുള്ളൻ പന്നിയെ പ്രസിഡന്റ് അടിച്ചങ്ങ് കൊന്നു. ഇപ്പോഴാണ് ശശി ശരിക്കും സോമനായത് എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ പുള്ളി സാധാരണ ഒരു നാട്ടിൻപുറത്തുകാരനാണ്. പുള്ളി ഇതിനു മുമ്പും പല പല പരിപാടികളിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെതായ ഒരു ഓഡിയോ അതൊന്ന് കേട്ടോ. നല്ല രസമുള്ളൊരു പരിപാടിയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി നമുക്കൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. നമസ്കാരം ശ്രീ വെള്ളനാട് ശശി, എന്തിനാണ് അങ്ങ് ഇത് ചെയ്തത്? ഇതിപ്പോ ഷെഡ്യൂൾഡ് 1-ൽപ്പെട്ട ജീവിയല്ലേ, അങ്ങേക്ക് ഇത് അറിയില്ലായിരുന്നോ? എന്തോ വണ്ടി ഒരു മുള്ള പന്നി വണ്ടി കയറി ചത്തു കിടന്നാണ്. അപ്പൊ താങ്കൾ അതിന്റെ തലക്കടിക്കുന്നുണ്ട്. ആദ്യം പുള്ളി പറഞ്ഞു ഇത് പട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബീപ്പ് സൗണ്ട് ഒക്കെ ഇടുന്നുണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് പറയണം വണ്ടി കയറി ചാവാൻ കിടന്നതാണ്. അപ്പോൾ ആദ്യം പട്ടി കടിച്ചെന്ന് പറഞ്ഞാലോ എന്നാലോചിച്ചിട്ട് പിന്നെ പുള്ളി വേണ്ടാന്ന് വെച്ചു. അതിന്റെ അപ്പം തന്നെ ഇല്ല വണ്ടി കയറിയിട്ടാണ് ഈ ഒരു കമ്പി ഉപയോഗിച്ച്. അത് സകല ജീവനേ ഉള്ളൂ. ആ സകല ജീവൻ രക്ഷിക്കാനാണോ അങ്ങ് ശ്രമിക്കുന്നത് ഈ കമ്പി ഉപയോഗിച്ച്? അത് തല്ലിക്കൊല്ലല്ലേ അങ്ങ്? അത് ഞാൻ ചെയ്തതിൽ ആളുകൾ ജീവിക്കുന്ന അത്രയും പന്നിയാണ്. എന്തോ അവിടെ അത്രയും മുള്ള പന്നിയാണ്. ഒരു 10 മുള്ള പന്നിയുണ്ട്. ആണ് സാർ, സമ്മതിച്ചു. പക്ഷെ അത് ഷെഡ്യൂൾ 1-ൽപ്പെട്ടൊരു ജീവിയല്ലേ, അതിനെ തല്ലിക്കൊന്ന 7 വർഷം തടവ് 25,000 രൂപ പിഴയും കിട്ടൂലേ? എനിക്ക് നമുക്ക് ആളുകളെ രക്ഷിക്കാനുള്ള ആവശ്യം. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ, അതായത് വന്യജീവികളെ വേട്ടയാടാൻ പാടില്ല എന്നുള്ള നിയമം, അത് ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ? ഓരോ ഇത്ര ലൈസൻസ് ഒക്കെ കൊടുത്ത് ഇത്ര പേർക്ക് പോയി വേട്ടയാടാം. പക്ഷെ ഇവിടെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കോപ്പി ഒരു 10 പേർക്ക് കൊടുത്ത് വേട്ടയാടാനൊക്കെ പോകും. അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും ഇന്നത്തെ കാലത്ത് പന്നി അങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മുള്ളം പന്നി. ഇപ്പം ഈ പുള്ളിക്ക് ഡെയിലി കംപ്ലൈൻറ്റ് ഇട്ടുണ്ടാവും. ഈ പുള്ളിയുടെ നാട്ടിലെ അല്ലെങ്കിൽ ഈ പുള്ളീനെ വിശ്വസിച്ച് ഇങ്ങർക്കൊക്കെ വോട്ട് ചെയ്ത ആൾക്കാരുടെ ഡെയിലി കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ടാവും. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു? ശല്യമാണ് ഇതിനൊക്കെ കൊണ്ട് പുള്ളി അപ്പോൾ ഓർമ്മത്തിനെ കിട്ടുമ്പോൾ അങ്ങോട്ട് കാച്ചി. പക്ഷേ പുള്ളിയോട് ചോദിക്കുമ്പോൾ പുള്ളി അത് പിന്നെ കുറച്ച് ജീവൻ ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ ഞാനവിടെ തല്ലിക്കൊന്നു കളഞ്ഞു. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ പുള്ളിക്ക് ഇനി വാദിക്കാം. അതായത് കുറച്ച് ജീവനേ ഉണ്ടായുള്ളൂ, അപ്പോൾ മുള്ളം പന്നിയല്ലേ, പെട്ടെന്ന് എനിക്ക് ഓടിക്കഴിഞ്ഞാൽ എൻ്റെ മേത്ത് മുള്ളി എറിയാലോ എന്ന് വെച്ചിട്ട് ഒന്ന് തട്ടി നോക്കിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും. അല്ലാതെ വേറെ വഴിയൊന്നും കാണുന്നില്ല. കാരണം ഇതിനൊന്നും പിടിക്കാൻ പാടില്ലല്ലോ. ഇതിനൊക്കെ ഇവിടെ നാട്ടിൽ ഓടി കിടക്കുന്ന പട്ടിയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നല്ലേ ഇത് ഇത്തരം വന്യജീവികളായ മുള്ളം പന്നീന് അവസ്ഥ തന്നെയായിരിക്കും. കാരണം എന്തായാലും പുള്ളിയുടെ സംഭവം മൊത്തം കോമഡിയാക്കി കേൾക്കാനായിട്ട്.